ഗ്രീൻ ടീ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണെന്ന് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഗ്രീൻ ടീ കുടിച്ചാൽ നമുക്ക് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഗ്രീൻ ടീ കുടിച്ചാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ഒരു ഗ്രീൻ ടീ തയ്യാറാക്കിക്കൊണ്ട് അതിന്റെ ഗുണങ്ങളിലേക്ക് പോകാം. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ഗ്രീൻ ടീ ബാഗ് ഇട്ട കപ്പിൽ ഒഴിച്ചു വെക്കുക. ഗ്രീൻ ടീ ബാഗ് 1 മിനിറ്റിൽ താഴെ വെള്ളത്തിൽ വെക്കുന്നതാണ് നല്ലത്, അല്ലാത്ത പക്ഷം നന്നായി കഴിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ടീ തയ്യാറാണ്. മധുരം വേണമെങ്കിൽ അല്പം തേൻ ചേർത്താൽ മതി. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, മികച്ച ഉറക്കം കിട്ടാൻ. നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താനായിട്ട് ഗ്രീൻ ടീ സഹായിക്കും. ഗ്രീൻ ടീയിൽ അമിനോ ആസിഡ് L-theanine എന്ന ഘടകമുണ്ട്. ഇത് വിശ്രമം നൽകുന്നതിനും ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും നല്ലതാണ്. നല്ല ഗുണനിലവാരമുള്ള ഉറക്കം നമുക്ക് കിട്ടാനായിട്ട് ഈ ഗ്രീൻ ടീയിലെ L-theanine എന്ന ഘടകം സഹായിക്കുന്നുണ്ട്. നമ്പർ 2, ഉന്മേഷത്തോടെ ഇരിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും. ഗ്രീൻ ടീയിൽ കഫീൻ ഉണ്ടെങ്കിലും അമിതമായ അളവിലല്ല ഉള്ളത്, മിതമായ അളവിലാണ് ഇതുള്ളത്. ഇത് നമ്മുടെ ഉത്കണ്ഠയുടെ തോത് കുറയ്ക്കുകയും ഉന്മേഷവും പുതുമയും പകർന്നു നൽകുകയും ചെയ്യും. നമ്പർ 3, ശരീരഭാരം നിയന്ത്രിക്കാൻ. ഗ്രീൻ ടീ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഗ്രീൻ ടീ രാവിലെ കുടിച്ച് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറിലെ കൊഴുപ്പിനെ അലിയിക്കാൻ ഒരു പരിധിവരെ ഗ്രീൻ ടീക്കാകും. നമ്പർ 4, വായുടെയും മോണയുടെയും ശുചിത്വം. വായിൽ അണുബാധകളോ മോണരോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകളെ പ്രതിരോധിക്കുന്നതിനുള്ള ഒന്നുകൂടിയാണ് ഗ്രീൻ ടീ. ബാഡ് ബ്രീത്ത് കുറയ്ക്കാനും ഗ്രീൻ ടീ സഹായിക്കും. നമ്പർ 5, ചർമ്മത്തിന്. ഗ്രീൻ ടീയിൽ പോളിഫിനോളിക് കോമ്പൗണ്ടുകളുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററിയുമാണ്. ഇത് ചർമ്മത്തിനുണ്ടാകുന്ന അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകും. മുഖക്കുരുവിൽ നിന്ന് ആശ്വാസം കിട്ടാനും ഗ്രീൻ ടീ ശീലമാക്കാവുന്നതാണ്. ഇനി ഗ്രീൻ ടീ തയ്യാറാക്കി കുടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഒരുപാട് ചൂടിൽ ഗ്രീൻ ടീ കുടിക്കരുത്. ഇത് ആമാശയത്തിന് പൊള്ളൽ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അന്നനാളത്തിൽ അൾസർ ഉണ്ടാക്കാനോ കാരണമായേക്കാം. നമ്പർ 2, ഭക്ഷണത്തോടൊപ്പം ഗ്രീൻ ടീ കുടിക്കരുത്. ഇടവേളകളിൽ മാത്രം കുടിക്കുക. നമ്പർ 3, 1-2 ഗ്ലാസ് ഗ്രീൻ ടീ മാത്രം ഒരു ദിവസം കുടിക്കുന്നതാണ് ഉത്തമം. നമ്പർ 4, ഗ്രീൻ ടീ കുടിച്ചാൽ നന്നായി വെള്ളം കുടിക്കുക. അല്ലാത്ത പക്ഷം മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഗ്രീൻ ടീ എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങളും ഗ്രീൻ ടീ 1 ഗ്ലാസ് വീതെങ്കിലും ഒന്ന് കുടിച്ചു നോക്കുക, വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.